ക്വസ്റ്റ്യൻ വരുന്നത്, ഹൃദയാഘാതം എന്നാൽ പ്രോപ്പറായിട്ട് റീസൺ പറയാൻ എന്താണ് ഹൃദയാഘാതം എന്നാൽ എന്താണ്? ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഹൃദയം ഒരു പമ്പാണ്. അതായത് ഹൃദയം ഓക്സിജനുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ ഫങ്ഷൻ. പക്ഷെ ഹാർട്ടിന് പ്രവർത്തിക്കണമെങ്കിലും അതിലേക്കും ഓക്സിജൻ ഉള്ള രക്തം എത്തണം. അത് ഹാർട്ടിലേക്കുള്ള രക്തം കൊണ്ടെത്തിക്കുന്ന രക്തധമനികളുണ്ട്. അതിനെ കൊറോണറി ആർട്ടറീസ് എന്നാണ് പറയുന്നത്. ഹാർട്ടിലേക്ക് രക്തം എത്തിക്കുന്ന രക്തധമനികളിൽ ഒരു ബ്ലോക്ക് വന്നു കഴിയുമ്പോഴാണ് അത് ഹൃദയാഘാതത്തിൽ കലാശിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ടിലേക്ക് രക്തം കിട്ടാതെ പോകുന്നു. ഹാർട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് രക്തം എത്തുന്നില്ല. ആ രക്തധമനി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് രക്തം എത്താത്തതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള മാംസപേശികൾക്ക് ഡാമേജ് വരുന്നു. ആ ഒരു ഭാഗത്ത് മാംസപേശികൾക്ക് ഡാമേജ് വരുമ്പോഴത്തേക്കും ഹാർട്ടിന് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് പറയുന്നത്. എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഉള്ളത് ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യന്റിന്? ഹൃദയാഘാതം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ ആ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഹൃദയാഘാതം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഹൃദയാഘാതം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത ഹൃദയാഘാതം കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. അതിന് ടിപ്പിക്കലായിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. വളരെ ടിപ്പിക്കലായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് നെഞ്ചിൻ്റെ നടുഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥത. അത് വേദന എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും അതൊരു വേദനയായിട്ടല്ല പലർക്കും അനുഭവപ്പെടുന്നത്. പലർക്കും അതൊരു അസ്വസ്ഥത ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. വേദന എന്നുള്ള വാക്ക് മിസ്ലീഡിംഗ് ആണ്. ആക്ച്വലി പെയിൻ എന്നതിനേക്കാളും ഇംഗ്ലീഷിന് ഡിസ്കംഫർട്ട് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ അസ്വസ്ഥത. എന്തോ ഒരു വല്ലായ്മ നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മറ്റ് കാരണങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് ഒരു ECG എടുത്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. ECG എടുത്ത് നോക്കിയാൽ അതിൽ പലപ്പോഴും ആദ്യത്തെ ECG എടുക്കുമ്പോൾ അതിൽ വ്യതിയാനം കണ്ടെത്തിയില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറിന് ശേഷം ഒരു ECG കൂടെ എടുത്ത് നോക്കണം. അതിന് ഹൃദയാഘാതം ഉണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ട്രോപ്പോണിൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് എൻസൈം എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ആ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന വഴിയും നമുക്ക് ഹൃദയാഘാതം ഉണ്ടോ ഇല്ലെന്ന് നിർണ്ണയിക്കാൻ പറ്റും. സോ ഹൃദയാഘാതം ഉണ്ടെന്ന് നിർണ്ണയിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കഴിക്കേണ്ട ചില എമർജൻസി മെഡിസിൻസ് ഉണ്ട്. ആസ്പിരിൻ പോലെയുള്ള ചില ഗുളികകളുണ്ട്. ആ ഗുളികകൾ ആദ്യം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. അത് രക്തം വലിക്കാനുള്ള ഗുളികകളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മേജർ ഹൃദയാഘാതമാണെങ്കിൽ അതിനുള്ള ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്നുള്ള എമർജൻസി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും തന്നെയാണ്. അപ്പം ആ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യുക. ബ്ലോക്ക് എവിടെയാണ്, ഹൃദയധമനിയിൽ അടപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ആ അടപ്പ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആ അടപ്പ് തുറന്നു കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്.